ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ഈശോയുടെ രണ്ടാമത്തെ വരവിനെ പറ്റി ചിന്തിച്ചു. ഇനിയുള്ള കുറേ ഭാഗങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിന്തകളാണ്, വചനഭാഗങ്ങളാണ്. ഇത് ഓരോ ദിവസവും നമ്മൾ ഓരോ ഭാഗങ്ങളായിരിക്കും ധ്യാനിക്കുക. ഇന്ന് നമ്മൾ എടുക്കുന്നത് സെഫാനിയ അധ്യായം 1, 2, 3 വചനങ്ങളാണ്. അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഭൂമുഖത്ത് നിന്ന് സർവ്വവും തുടച്ചു മാറ്റും, മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും. ദുഷ്ടരെ ഞാൻ തകർക്കും, ഭൂമുഖത്ത് നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും. ഇവിടെ പറയുകയാണ്, ഭൂമുഖത്ത് നിന്ന് മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഉന്മൂലനം ചെയ്യും. പ്രിയപ്പെട്ടവരെ, വചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോയാലും ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം. വീണ്ടും യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 24 അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്. 24 അധ്യായം 3 മുതലുള്ള വചനങ്ങൾ, ഭൂമി തീർത്തും ശൂന്യമാകും, പൂർണ്ണമായി കൊള്ളയടിക്കപ്പെടും. കർത്താവിൻ്റേതാണ് ഈ വചനം. ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു, ലോകമാകെ വാടി കൊഴിയുന്നു. ഇപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഇതിൻ്റെ ഓരോ ഭാഗങ്ങളായിരിക്കും ധ്യാനിക്കുക, കൂടുതൽ നീണ്ടുപോകാതിരിക്കാൻ. ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസത്തെ പോലെ നമ്മൾ എൻവയൺമെൻ്റൽ സയൻസിലേക്ക് വരികയാണ്. നമ്മളീ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് എല്ലാത്തിനും തന്നെ വളരെ ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണ്. എന്തെങ്കിലും സംശയമുള്ളവർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഗൂഗിൾ സ്കോളറിൽ പോയിട്ട് അവിടെ ഇതിനെപ്പറ്റി അന്വേഷിച്ചാൽ നൂറുകണക്കിന് ശാസ്ത്രീയമായ ജേണൽസ്, സയൻറ്റിഫിക് ജേണൽസ് കാണുവാൻ സാധിക്കും. അത് നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാകും. സയൻസ് അനുസരിച്ച് ഭൂമിക്ക് 4.5 ബില്യൺ വർഷം പഴക്കമുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ 4500-ലധികം മില്യൺ വർഷം പഴക്കമുണ്ട്, പ്രായമുണ്ട് ഭൂമിക്കെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ 4.5 ബില്യൺ വർഷത്തിനിടയിൽ ഭൂമിയിൽ 5 പ്രാവശ്യം എക്സ്റ്റിൻഷൻസ്, അതായത് സർവനാശം, ഭൂമിയിലെ ജീവജാലങ്ങൾ മുഴുവനുമായോ അല്ലെങ്കിൽ മെജോറിറ്റിയോ ഇല്ലാതായിട്ടുണ്ട്. അതിനെയാണ് എക്സ്റ്റിൻഷൻ എന്ന് പറയുന്നത്. അത് 5 പ്രാവശ്യം ഈ ഭൂമിയിൽ നടന്നിട്ടുണ്ടെന്ന് സയൻസ് കണക്കാക്കുന്നു. ഈ 5 പ്രാവശ്യവും അത് നാച്ചുറലായിരുന്നു. എന്നാൽ ശാസ്ത്രജ്ഞന്മാർ അടുത്ത കാലത്ത് ഒരു കാര്യം കൺഫേം ചെയ്തു. അതായത് ഭൂമിയിൽ 6ാമത് ഒരു എക്സ്റ്റൻഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ 6th എക്സ്റ്റൻഷൻ എന്നാണ് പറയുന്നത്, 6ാമത്തെ സർവനാശം. തന്നെയുമല്ല, അത് ഏതാണ്ട് 70% കടന്നിരിക്കുന്നു. അത് അതിവേഗം പൂർത്തീകരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ജീവജാലങ്ങളെല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഈക്കോസിസ്റ്റം അത് ഒരു റിങ് പോലെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മൃഗങ്ങൾ, സസ്യങ്ങൾ, മറ്റ് ജന്തുക്കൾ, പക്ഷികൾ, മനുഷ്യൻ, ഇങ്ങനെ എല്ലാം കൂടി ഒരു
വളരെ സന്തുലിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു റിങ് പോലെയാണ് ഈക്കോസിസ്റ്റം. അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കാര്യമായ പ്രശ്നമുണ്ടായാൽ ഇതിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും, ഈക്കോസിസ്റ്റം കൊലാപ്സ് ആകും. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും എന്നും എക്സ്റ്റിൻഷൻസ് ഉണ്ടായിട്ടുണ്ട്, എന്നും ജീവജാലങ്ങൾ ഇല്ലാതായിട്ടുണ്ട്, വംശനാശം സംഭവിച്ചിട്ടുണ്ട്. അത് ശരിയാണ്. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്റ്റിൻഷൻ, അതായത് സർവനാശം, അത് നാച്ചുറൽ എക്സ്റ്റിൻഷൻ റേറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ 1000 മുതൽ 10,000 മടങ്ങിലധികം കൂടുതലാണെന്ന് സയൻസ് കൺഫേം ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നോർമലി എക്സ്റ്റിൻഷൻസ് സംഭവിക്കുന്നുണ്ട്, അതെക്കാലവും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എക്സ്റ്റിൻഷൻ, സർവനാശം, അത് 1000 മുതൽ 10,000 വരെ മടങ്ങ് കൂടുതലാണ് സാധാരണ എക്സ്റ്റിൻഷൻ റേറ്റിൽ നിന്നും. ഇത് വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. നമുക്ക് 1-2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. അതായത് നമുക്ക് തവളകളെ എടുക്കാം. അതായത് അംഫീബിയൻസ് എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ് ഈ തവളകൾ. തവളകൾ ഈക്കോസിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ്. ഇന്ന് അവരുടെ പോപ്പുലേഷനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 51% തവളകൾ അപ്രത്യക്ഷമായി കഴിഞ്ഞു, നശിച്ചു കഴിഞ്ഞു, പോയി കഴിഞ്ഞു. ബാക്കിയുള്ളവ അതിവേഗം അവർ എക്സ്റ്റിൻഷൻ ഭീഷണി നേരിടുന്നു എന്നാണ് കണക്ക്. കൂടാതെ നമ്മൾ വേറെ ടൈഗേഴ്സിനെ എടുത്താൽ, കടുവകൾ, ഇപ്പോൾ ഈ ടൈഗേഴ്സ് 97% വരെ എക്സ്റ്റിൻ്റ് ആയിക്കഴിഞ്ഞു എന്നാണ്. അതായത് ഇങ്ങനെ ഭൂമിയിൽ നിന്ന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാനുണ്ട്. അത് നമുക്ക് കൂടുതൽ അറിയണമെന്നുള്ളവർ ജേണൽസ് സെർച്ച് ചെയ്താൽ മതി. ജേണലിൽ വളരെ വ്യക്തമായിട്ട് ഇതൊക്കെ എഴുതിയിട്ടുണ്ട്, ഇഷ്ടംപോലെ ജേണൽസ്. അപ്പോൾ ഭൂമിയിൽ നിന്ന് മൃഗങ്ങളെല്ലാം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും നാച്ചുറൽ അല്ല, ഇതെല്ലാം മാൻമെയ്ഡാണ്, മനുഷ്യൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ ആദ്യം ആ വചനം കേട്ടു. ആ വചനത്തിൽ നമ്മൾ കേട്ടു, ഭൂമിയിൽ നിന്ന് ജീവജാലങ്ങളെല്ലാം തുടച്ചു നീക്കപ്പെടും. ഇത് ദൈവം ചെയ്യുന്നതല്ല, പിന്നെയോ മനുഷ്യൻ്റെ അകൃത്യങ്ങൾ കൊണ്ട് മനുഷ്യൻ വരുത്തി വയ്ക്കുന്നതാണ്. ഇന്ന് സയൻസ് അടിവരയിട്ട് പറയുന്നു, ഇപ്പോഴുള്ള ഈ എക്സ്റ്റിൻഷൻ, 6th എക്സ്റ്റിൻഷൻ, 6ാമത്തെ എക്സ്റ്റിൻഷൻ, അത് 100% മാൻമെയ്ഡാണ്. നമ്മൾ ഇതിലൂടെ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ വചനം അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നു എന്നുള്ള സത്യമാണ്. സഫാനിയ പ്രവാചകനിലൂടെ ദൈവം ഇത് വെളിപ്പെടുത്തിയത് BC 630 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇന്നേക്ക് 2630 വർഷം മുമ്പാണ്. എന്നാൽ ശാസ്ത്രം ഇത് സ്ഥിരീകരിച്ചിട്ട് ഏതാനും വർഷങ്ങളെ ആയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, ആയിരക്കണക്കിന് വർഷം മുമ്പ് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ ലോകത്തിൽ ആകമാനമുള്ള വൈൽഡ് ലൈഫ്, വന്യമൃഗങ്ങളുടെ കണക്കെടുത്താൽ അത് 1970-നും 2020-നും ഇടയിൽ ഏതാണ്ട് 73% അപ്രത്യക്ഷമായി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്, ഭൂമിയിൽ നിന്ന്, കരയിൽ നിന്ന് ജീവജാലങ്ങൾ ഇതാ അതിവേഗം അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനങ്ങൾ അതേപടി നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.